വടക്കേക്കര ദേശീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബിന് ഊഷ്മള സ്വീകരണം നൽകി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർച്ചയായി 5 വർഷം 100% വിജയം നേടിയ നാമക്കുഴി സ്കൂളിനുള്ള ആദരവിനും ചടങ്ങ് സാക്ഷിയായി. സമൂഹത്തിന്റെ പുരോഗതിക്കായി വായനശാലകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണെന്ന് മന്ത്രി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് പ്രസ്താവിച്ചു. വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുരസ്കാര വിതരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ ഭൂരിപക്ഷമാണ്, ഞാൻ പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷമാണ്. ഇത്ര ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. വിജയിക്കും, സാമാന്യ നല്ല ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് മനസ്സിലുറപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ പറഞ്ഞപ്പോൾ ഈ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നില്ല. ഈ ഒരു വലിയ ഭൂരിപക്ഷം എത്തുമ്പോൾ അത് ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസമാണ്. അത് തീർച്ചയായിട്ടും ഉത്തരവാദിത്വവും വർദ്ധിതമാണ്. ഭൂരിപക്ഷം കൂടുമ്പോൾ ഉത്തരവാദിത്വവും കൂടും. അത്രമാത്രം ജനങ്ങളുടെ പ്രതീക്ഷയാണ് ഓരോ വോട്ടും കാണുന്നത്. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് മോഹൻദാസ് മുകുന്ദൻ മന്ത്രിയെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. നമ്മുടെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വിഷയത്തിനൊക്കെ A+, ആണെങ്കിലും ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ അവരെയും കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ ആദരിക്കുന്നത് നാമക്കുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂളിനെയാണ്. ഈ ഹൈസ്കൂള് കഴിഞ്ഞ 5 വർഷമായി എല്ലാ വർഷവും 100% വിജയം കൈവരിക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിനെ നമ്മൾ ആദരിക്കുമ്പോൾ തുടർന്ന് 14, 15, 16, 17 ഡിവിഷൻ കൗൺസിലർമാരും സമീപ പ്രദേശങ്ങളിലെ വിവിധ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും മന്ത്രിക്ക് സ്വീകരണങ്ങൾ നൽകി. വായനശാല പ്രസിഡന്റ് മോഹൻദാസ് മുകുന്ദൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പിറവം നഗരസഭാ ചെയർമാൻ KR പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയായി ഇവിടെ നിന്ന് ഉജ്ജ്വല വിജയം നേടിയ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് രണ്ടാമതൊരിക്കൽ കൂടി കേരള മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യമായി നമ്മുടെ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. തുടർച്ചയായി 5 വർഷം 100% വിജയം കൈവരിച്ച നാമക്കുഴി ഗവൺമെന്റ് ഹൈസ്കൂളിനുള്ള പ്രത്യേക ആദരവ് പ്രധാനാധ്യാപിക ബിന്ദു ടീച്ചറും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. 10, 12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ 15 വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. മന്ത്രിയിൽ നിന്ന് പുരസ്കാരവും വിൻടെക് കമ്പോണൻസ് ഉടമ പ്രഭാ മോഹനിൽ നിന്നുള്ള ക്യാഷ് അവാർഡും വിദ്യാർത്ഥികൾ സ്വീകരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അന്നമ്മ ഡോമി, കൗൺസിലർമാരായ റെജി ചുള്ളിക്കൽ, ജെസ്സി തോമസ്, ക്രിസ്റ്റി ജോൺ, ശിവഗിരി MK, നാമക്കുഴി SNDP ശാഖ പ്രസിഡന്റ് അഖിലേശ്വരൻ, വായനശാല കമ്മിറ്റി അംഗം റെജി MP എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. എല്ലാ വർഷവും തന്നെ ഇതുപോലെ വിദ്യാഭ്യാസ അവാർഡും അതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഉൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങൾക്കുമെല്ലാം ഈ ദേശീയ വായനശാല വേദിയാകാറുണ്ട്. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്